السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ജാഹിലിയ കാലത്തിൽ ഇന്ന് കുറെ അന്ധവിശ്വാസത്തെ മൂഢനമ്പിക്കയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിർത്തിട്ട് കാലാന്തരത്തിൽ ഇങ്ങനെ പല മൂഢനമ്പിക്കെ വെച്ച് അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയോണ്ടിരുന്നെങ്കിലത്തെ പല ആൾമാരും ഇന്നാർ ഇണ്ടും മുൻതുവരിത യുഗാഞ്ചുള്ള ഈ ടൈമിൽ വരെ മൂഢനമ്പിക്കയുടെ പേരിൽ പലതും ആക്കാത്ത പലതും ആക്കടെ ചെമ്മ ആൾമാരെ നമുക്ക് കാണുക സാധ്യമാവും. ഒരു ആസ്പത്രിക്ക് രോഗി സന്ദർശനത്തിക്ക് പോയിട്ട് അവിടെ തിരിച്ചു വരുമ്പോ ഇനി ನಾನು ಬಂಡೆ అని చెన్నప్ప അവിടെ ചെല്ലാറ് അങ്ങ് ചെല്ലൊക്കെ തീറാ ഇത് ആസ്പത്രി അല്ലേ ನಾನು പോണ്ടേ అని ചെന്നിട്ട് പോണു അള്ളാഹു ആലം അങ്ങനെ ഉണ്ടാ നമുക്കൊന്നില്ല. പിന്നെ അതിനർത്ഥം എന്തിനാന്ന് ചെന്നെങ്കിൽ ನಾನು ಬಂಡೆ అని ചെന്ന് പോയെങ്കിൽ പോണു രണ്ടാമത് ആസ്പത്രിക്ക് രോഗിയായിട്ട് ബണ്ടാൻ ചൊല്ലെങ്കിത്തെ ഒരു മൂഢനമ്പിക്കായിട്ടിരിക്കും അത്. അപ്പൊ അതിനെ നിഷേധിക്കണമെങ്കിത്തെ അത് തീരാൻ ചൊല്ലെങ്കിത്തെ ആൾമാറിക്കിടാറ്. അപ്പൊ അങ്ങനത്തെ പല ഇതെല്ലാം ഉണ്ട്. അതേസമയത്ത് എല്ലാം ഞങ്ങളെ പിന്നെ ബേസായ കുറെ പെണ്ണിങ്ങ ബോബുമാർ അങ്ങ് ചൊല്ലെങ്കിത്തെ എല്ലാം നമുക്ക് തള്ളകമില്ല. പലതും പിന്നെ ഇമാമി ഞങ്ങളെ കിതാബിൽ ചൊന്നത് വ്യക്തമായിട്ട് അങ്ങ് വിശദീകരിച്ചിടാറ്. സലാഹുദ്ദീൻ ചൊന്നിട്ടു നല്ലൊരു ബൈത്ത് കിതാബുണ്ട്. ആ ബൈത്ത് കിതാബിൽ പൂർവ്വകാലത്തെ ഞങ്ങളെ മഹാന്മാരായ ഉസ്താദുമാർ ഇമാമിങ്ങൾ ഓതിക്കൊടുക്കണമെങ്കിൽ നല്ല കിതാബ്. അതിൽ പല ആരോഗ്യ സംബന്ധമായ വിഷയം ചൊന്നത്. ഇന്ന കാര്യം നീ ഒഴിവാക്കിയെങ്കിൽ ഇന്ന ആരോഗ്യത്തിന് നല്ലതുണ്ട്, ഇന്നത് നീ ആക്കിയെങ്കിൽ ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പലതും അവിടെ പിന്നെന്താക്കട് കുറേ വിഷയം അവിടെ പഠിപ്പാട്ടി ഉണ്ടുണ്ട്. അതേസമയത്ത് മൂഢനമ്പിക്കയുടെ പട്ടിമിത്ത് ഞങ്ങൾ ആക്കുക പോയെങ്കിൽ സലാഹുദ്ദീൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ പിന്നെ കുറെ പട്ടി മുത്തായാലും ഇങ്ങനെ ആക്കിയിട്ടുണ്ടാరు. കുറെ പട്ടി മനുഷ്യന്മാരൊട്ടിಗೆ ഉള്ളെങ്കിത്ത മൂഢനമ്പിಕೆ ಎಂದ್ರೆ പൂച്ച അഡ്ഡ വന്നെങ്കത് അപശക്കുന അപ്പൊ 7 ಹೆಜ್ಜೆ പെർഗ് വെക്കണുണ്ട കുറെ ആൾമാർ ചൊല്ലവള. അതുപോലെ പിന്നെ കാക്ക തണ്ണി കുടിക്കരുത് നോക്കിയെങ്കിൽ തെങ്ങട മറ നോക്കണുണ്ട് അങ്ങനെ. അതുപോലെ എണ്ണ കായ്ക്കുമ്പോ മുണ്ടിയെങ്കിൽ എണ്ണ വേഗമേ തീന്നു പോണ്ടുണ്ടു. അതുപോലെ ചില നമ്പിಕೆ എന്തിനാ ചൊന്നെങ്കിൽ പെത്ത പെണ്ണ് 40 കുളിക്കണുണ്ട്. സുബ്ഹാനല്ലാ. ಅದಕ್ಕೆ ಮುನ್ನೊಲು ನಿಫಾಸ್ ರಕ್ತ ನಿಂಡೆಂಗುം ಈ ಕುಳಿ ನಾಪೋಗಿಯ ಬಿಂದಿಕ್ರೆ ನಾಪೋಗಿಯ ನಿಫಾಸ್ ರಕ್ತ ನಿಂಡೆಂಗು ಶುದ್ಧಿಯಾയിട്ട് നിസ്കരിക്കണമെങ്കിൽ വിഷയമല്ല. പലകും നാപ്പോടെ എന്ത് കുളി അള്ളാഹു ആലം. ഓള് നിഫാസ് എപ്പ നിன்ற അപ്പൊ എപ്പ നിണ്ടെങ്കു ഓളെ കുളി നാപ്പോಗಿ അണ്ടേ ഓള് നിസ്കാരത്തുകല്ല ഭർത്താവിടെ അങ്ങനെ അണ്ടേ കുളിക്കൊണു ചൊന്ന് നമ്പി വെച്ചെങ്കിത്തെ കുറെ ആൾമാരല്ല ഉള്ളാറ്. അങ്ങനെ പല എന്തെല്ലാം വിശ്വാസത്തെ വെച്ച് പുലർത്തണമെങ്കിലത്തെ പല ആൾമാർ ഞങ്ങളെ ചുറ്റിലും കാണാം. തലയിൽ 2 സുള്ളിന്നെങ്കിൽ അവന് 2 മങ്ങിലാവിടാണ്ട അങ്ങനെ കുറെ ആൾമാർ ചെല്ലുണ്ട്. അതുപോലെ അറക്കടെ കല്ലിൽ തെച്ചെങ്കിൽ കൊണ്ട് മാമിരെ മനസ്സ് കല്ലാവിടുണ്ട് അങ്ങനത്തത്. അതുപോലെ പീസായങ്കത്തെ ഇത് എന്തെ തേങ്ങയുടെ അതിരെ ഈ 2 പീസിൽ ഒട്ടാക്കി അവനക്ക് സന്താന ഭാഗ്യം ഇക്കല്ലാണ്. ഇങ്ങനെ പല ആൾമാർക്കും പല നമ്പിക്ക ഉണ്ടുള്ള. എല്ലാ രായത്തും ഇങ്ങനെ ഇക്കൊണ്ടില്ല. പല രായത്തും പല വിശ്വാസമെല്ലാം വെച്ച് വെക്കണമെങ്കിൽ ആൾമാറുള്ളാർ. ഒരാൾ ഒരു പക്ക പോകുമ്പോൾ എവിടെ കണ്ട് കേൾക്കുക ദൂരാണ്ട് കേൾക്കണം. ഞങ്ങളെ കുറെ നക്ക് നിൽക്കുന്ന ആൾമാരെ ഇടയിലുള്ളെങ്കിത്ത കുറെ വിശ്വാസം. അതുപോലെ കാക്ക കൂക്കിയെങ്കിൽ പിന്നെ ബിരുന്ദർ പണ്ടാറുണ്ട്. അതുപോലെ ഇരട്ട പിന്നെ ഇത് ബാല തിണ്ടെങ്കിൽ ഇരട്ട മക്ക ഉണ്ടാവുന്നുണ്ട്. ജനിച്ച നാളിലെ മങ്ങിലാവുക തീരാണ്ടുള്ള. അതുപോലെ മാച്ചിൽ തൊട്ടെങ്കിൽ ഉതു കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ പല എന്തെല്ലാം വിശ്വാസം ഓരോരുത്തർക്ക് ഓരോ വിശ്വാസമല്ല ഇക്കട്. അതുപോലെ ഒരു പക്കം ഒരു മങ്ങിലത്ത് പോയപ്പോ സുബ്ഹാനല്ലാ 2 മങ്ങിലെത്ത് അങ്ങനെ ഒരു പിന്നെ 12 ಗಂಟೆ അവിടെ ആൾമാരെത്തുമ്പോ ഒരു നിക്കാഹായിട്ടായിട്ട് പിന്നെ ഒരാൾമാരെത്തില്ല 12 ಗಂಟೆ അവത്തുള്ളൂ. അപ്പൊ ഒരാൾ ചൊല്ലേ പിന്നെ 12 ಗಂಟೆ ഇനി നിക്കാഹ് തീരാ ഇനി നിക്കാഹ് നടത്തണമെങ്കിൽ ലൂറ് നിസ്കരിച്ചിട്ടേ തീരണുണ്ട്. നിസ്കരിച്ചിട്ടേ ആവണുണ്ട് ഒരാൾ ചെന്നാ കേട്ടത്. അപ്പൊ ഇങ്ങനത്തെ പല വിശ്വാസം. പൂച്ച കൊണ്ട് ഔത്തുൽ വെച്ചിട്ട് അതിന്റെ മുഖ ഇങ്ങനെ തോത്തിയെങ്കിൽ അത്തിറ്റിങ്ങ ബണ്ടാറെന്ന് ചൊല്ലെങ്കിത്ത വിശ്വാസം. ഓൺ പലക്ക പറയുമ്പോ ആ വ്യക്തി ജാഗരില്ലാണ്ടെങ്കിൽ ജാഗരില്ലാത്ത വ്യക്തിയുടെ ಬಗ್ಗೆ മുണ്ടിയെങ്കിൽ അവന് പറമ്പ ചൊല്ല അവനക്ക് ആയുസ് ಯಾರುಂಡು ചൊന്നിട്ടു. ഗ്രഹണ ಬಂದಂಗೆ ಅಂಡ್ എന്തും തിന്നോകു തീരാ കുടിക്കോ തീരാൻ ചൊല്ലെങ്കിത്തെ. പിന്നെ മൊയിലാഞ്ചിടുമ്പോ ഉതു വേണമെന്ന് ചൊല്ലെങ്കിത്തെ കുറെ ആൾമാർ പട്ടി ആക്കിയെങ്കിത്തെ ഒരു മൂഢനമ്പിക്കാണ് ഇപ്പൊ ചൊന്നുകൊണ്ടുള്ളേ. അപ്പൊ ഇങ്ങനെ എന്തല്ലോ ഇതിപ്പോ കൊറിയ ചൊന്ന ഇങ്ങനത്തെ ഓരോ ആയത്തിനും ഉള്ളെങ്കിത്തെ വ്യത്യസ്തമായ മൂഢനമ്പിക്ക ഓരോരുത്തരട്ടിക്ക് പട്ടിയാക്കുക ചൊന്നെങ്കിൽ ഇപ്പൊ എന്തെല്ലാ പട്ടി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ മൂഢനമ്പിക്ക വെച്ച് പുലർത്തണമെങ്കിൽ ആൾമാരുള്ളാറ്. ഇങ്ങനെ പലതുമുണ്ട്. പലതുക്കും ഇത് ഈ ചൊന്ന പല കാര്യത്തും ആധാരം എവിടെയും കാണുക സാധ്യമുള്ള. അതേസമയത്ത് ഞങ്ങൾ പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയ ആൾമാർ ഞങ്ങൾ അജ്ജമാർ അങ്ങ് ചൊന്നത് എല്ലാം ഒരേ പലക്കത്ത് അതിലെ നിഷേധാക്കണം വലിച്ചെറിയൊന്നും ആരും ചൊല്ലില്ല. പലതും പൂർവ്വകാലത്തെ ഇമാമിങ്ങൾ അംഗീകരിച്ചതാണ്. ഞാൻ നേരത്തെ ചൊന്നില്ല സലാഹുദ്ദീൻ ചൊല്ല കിതാബുലു ഈ ಬಗ್ಗೆ നല്ല വിസ്തൃതമായ വിവരണ നമുക്ക് കാണാൻ സാധ്യമാണ്. നല്ല കിതാബ്
സലാഹുദ്ദീൻ യഖൂലു മൻ ബി സലാഹിദ്ദീൻ ഖദൂസിമ അബൂഹു ബിസ്മി ബിനി ദാവൂദിൻ ഫശാവസമാൻ ചൊല്ലങ്കത്തെ നല്ല കിതാബുലു പിന്നെ സലാഹുദ്ദീൻ ചൊല്ല മഹാൻ അയാൾ ധാരാളം ഇങ്ങനത്തെ വിഷയ വിശദീകരിച്ച് തന്നുകൊണ്ടുണ്ട്. അയാൾ അതിൽ ചൊല്ലു യാ ത്വാലിബദ്ദീനി വദ്ദുന്യ അലൈക ബിമ ഊസീക തുഖ്ഫൽ ബല വൽ ഫഖറ വസ്സഖമ. ഓ മനുഷ്യ, നിക്ക് ദീനും ദുനിയാവും രണ്ടും വേണുണ്ടായെങ്കിൽ നീനിതാ നിക്ക് ನಾನು വസിയത്താക്കി കുറെ വിഷയ ഇപ്പൊ ചൊന്തന്നുകൊണ്ടുള്ള അതിനെ നീ സ്വീകരിക്കണു എങ്കിൽ തുഖ്ഫൽ ബല വൽ ഫഖറ വസ്സഖമ, നിക്ക് ഒരു ബലാവും മിക്കില്ല, ഒരു രോഗവും മിക്കാല, ഒരു ബുദ്ധിമുട്ടും നിക്കിക്കാല. നാ ചൊന്നതിൽ ശരിക്കും നീ പാലിക്കട ആളുണ്ടായെങ്കിൽ നിക്കൊരു പ്രയാസവും വർണ്ണുകില്ലാണ്ടാണ് ആ മഹാൻ വിശദീകരിച്ച് തന്നോണ്ടുള്ളത്. അങ്ങനെ തുടർന്നിട്ട് ചെമ്മ അയാൾ ചൊല്ലു വത്തു കസഹ്വം വനിസിയാനം വതജ്നിമുന കഫിദ്ദുന വബിയൗമിൽ ഹശ്രി മുഗ്തനിമ. നിക്ക് മറവി ഉണ്ടാക്കുന്ന കുറെ കാര്യമുണ്ട്, അതിനെ നീ വിടണം. നിക്ക് അതുപോലെ അതെല്ലാം വിട്ടെങ്കിൽ നിക്ക് നല്ല മഹത്വ ദുനിയാവിലും ആഖിറത്തിലും കിട്ടു. അങ്ങനെ ധാരാളം വിഷയ ദാരിദ്ര്യം ഉണ്ടാക്കണമെങ്കിൽ വിഷയമുണ്ട്, ഓണ്ടെ മറവ് ശക്തി ആറാക്കണമെങ്കിൽ വിഷയമുണ്ട്, പഠിച്ച കാര്യം മറന്നു പോകണമെങ്കിൽ വിഷയ, രോഗം ഉണ്ടാക്കണമെങ്കിൽ വിഷയ. അപ്പൊ ഞങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കണമെങ്കിൽ രോഗ ദുഃഖ അതുപോലെ മറക്കടെ ദാരിദ്ര്യ ಇದಕ್ಕೆಲ್ಲ ಕಾರಣ ഉടരമ ഞങ്ങൾ തേടി വേണ്ട അഗത്യയില്ല. അത് ഞങ്ങളെ നടുലേ ഉണ്ടുണ്ടാണ് ആ മഹാൻ വിശദീകരിച്ചുകൊണ്ടുള്ള ദാരിദ്ര്യം ഉണ്ടാക്കണമെങ്കിൽ കുറെ കാര്യത്തെ അയാൾ ചൊന്നറു. പിന്നെ ഈ പുളി അതുപോലെ കൈപ്പയാറ തിന്നടെ, അതുപോലെ പിന്നെ ശ്മശാനത്തിൽ മക്കബറത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പേരല്ല ആൾമാരെ പേര് അതിനെങ്ങനെ വായിച്ചോണ്ടിരിക്കടെ. ശ്മശാനത്തിൽ മക്കബറത്തിൽ പോയിട്ട് ഏകാന്തായിട്ട് തെക്കടെ. ഓണു ഇട്ടെങ്കത്തെ വസ്ത്രത്തെ ഇട്ടിട്ടിക്കുമ്പമേ തുന്നുരെ. അതുപോലെ അടിച്ച് കാട്ടത്തെ ഔത്ര മൂലൽ ಒಂದುವಾಟಿ വെക്കടെ. ജാവുകു അവ പിന്നെ എന്തിരെ അടിക്കടെ. അതുപോലെ ಬೆಳ್ಳುಳ್ಳಿ അതുപോലത്തെ അതിരെ തോളിന്റെ കത്തുവാട്ടരെ. പിന്നെ കക്കൂസു വലത്തെ കാൽ വെച്ചിട്ട് പോണ്ടേ, പള്ളിക്ക് ഇടത്തെ കാൽ വെച്ചിട്ട് പോണ്ടേ. പല്ലിൽ ഇങ്ങനെ ഉಗುರು തിന്നോണ്ടിക്കിടങ്കത്തെ കുറെ ആൾമാരുള്ളു, അതിനെ കടിച്ചോണ്ടിക്കിടങ്കത്തെ ആൾമാർ നഗ്നനായിട്ട് കിടക്കടെ. അതുപോലെ ಹಿರಿಯ ಅಶುದ್ಧಿ ಇಕ್ಕುಂಬ ಅವನು ತಿಂದರೆ ಕುಡಿಕಡೆ. ಹಿರಿಯ ಅಶುದ್ಧಿ ಉಳ್ಳ ಆൾക്ക് ಉದು എടുത്തിട്ട് തിന്നൽ കുടിക്കലാണ് സുന്നത്ത്. ആ ಹಿರಿಯ അശുദ്ധിയോടെ വലിയ അശുദ്ധിയോടെ അവൻ തിന്നരെ കുടിക്കടെ. അതുപോലെ തിന്തോണ്ടിക്കുമ്പ കീല് പൂന്നെങ്കത്തെ പീസിലെ ഓൺ എടുക്കാണ്ടിക്കടെ, അതിനെ നിന്ദനാക്കടെ. അതുപോലെ ഉസ്താദുമാർ ഓണ്ടെ അബ്ബവും ആങ്ങളെ മുന്നുള്ള അശിസ്തു ഓണ് കാട്ടരെ, അങ്ക് ദ്വാർക്കാണ്ടിക്കടെ. പിന്നെ അതുപോലെ കക്കൂസിൽ ഉതു എടുക്കടെ. അതുപോലെ മണ്ണിൽ കൈ ഇങ്ങനെ കൽകൊണ്ടിക്കടെ. അതുപോലെ ധരിച്ച വസ്ത്രത്തിൽ മുഖതടകടെ. അതുപോലെ പിന്നെ ലൈറ്റ് അല്ലെങ്കിൽ വെളിച്ചത്തെ ഇങ്ങനെ ഊതിട്ട് കെടുത്തരെ. അതുപോലെ പീസായ പെണ്ണില് എൽദ്രെ. ഇതെല്ലാം ദാരിദ്ര്യം ഉണ്ടാക്കണമെങ്കിൽ സംഭവം. അതുപോലെ പൊട്ടിയെങ്കത്തെ ചീപ്പുളു ബാറರೆ ತಿಂಡೆ ಬಟ್ಟೆಂಗಡೆ ಕಲ್ಗಾಂಟಿಕ್ಕಡೆ ಅವತ್ತುಲು ಈ ಬಣ್ಣತ್ತ ಬಲೆಲ್ಲ അങ്ങനെ ബാക്കിയായിട്ടിക്കಡೆ. റോഡ് സൈഡിൽ തണൽ തണ്ടെങ്കത്തെ മരത്തെ പീസാക്കടെ. ഇതെല്ലാം ജണ്ട് വിരലിൽ തിന്നടെ. അതുപോലെ കപ്പലത്തെ മേലെ ഇങ്ങനെ കൈവച്ച് ചില ആൾമാർക്ക് എന്തിനു ചോദിച്ചാൽ ഞങ്ങളെ സ്വറ കയ്യിൽ സ്വറ എപ്പോൾ നോക്കിയ മുഖത്തിലെ സ്വറയോണ്ടിക്കടെ. ഇതെല്ലാം വലിയ മടിയന്മാരുടെ ലക്ഷണമായിട്ടാണ് ഇമാം ഖസാലി റഹിമഹുല്ലാഹ് ചൊല്ലുന്നത്. അതുകൊണ്ട് കപ്പാലത്തിന് ഇങ്ങനെ കൈവച്ചോണ്ടിക്കടെ. നിന്റെ തണ്ണിൽ മൂത്ര വീത്തരെ. അതുപോലെ ബലത്തെ കയ്യിൽ കാൽ കൽകടെ. പിന്നെ ഈ കൈ എപ്പോഴും കൊണ്ട് താടിയിലേ ഇങ്ങനെ തിരിച്ചോണ്ടിക്കടെ. ഇതെല്ലാം ദാരിദ്ര്യം ഉണ്ടാക്കുള്ള കാരണം. കക്കൂസിൽ ഇങ്ങനെ തുപ്പിയോണ്ടിക്കടെ, കക്കൂസിൽ തുപ്പിടെ. പിന്നെ മൂക്കു ഇങ്ങനെ ബരലിട്ടിരിക്കടെ. ഇതെല്ലാം ദാരിദ്ര്യം ഉണ്ടാക്കുന്ന സംഭവമായിട്ടാണ് ഇമാമി ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടുള്ളത്. ഇനിയും ചൊല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് ഇങ്ങനത്തെ കുറേ വിഷയമുണ്ട്. അതുപോലെ പഠിച്ചെങ്കത്തെ കാര്യത്തെ ഇല്ലാണ്ടാക്കടെ. മറപ്പാട്ടെങ്കത്തെ കുറേ വിഷയമുണ്ട്. പച്ച നീരുള്ളി തിന്നിടും, സ്വന്തം ഗുഹ്യ ഭാഗത്തെ നോക്കടെ, ഉപ്പ് യാറ തിന്നടെ, കക്കൂസുలు പല്ല് തേക്കടെ, കൂടുതലായി ഭാര്യമാരുമായി ബന്ധപ്പെടേ. അതുപോലെ ചെമ്മ കോളിലുള്ളെങ്കത്തെ തണ്ണി കുടിക്കടെ. എപ്പോൾ നോക്കിയെങ്കിൽ ദുനിയാവുടേതേ ചിന്ത. പിന്നൊരുത്തരെ ബ്രഷ് യൂസ് ആക്കടെ, പൊട്ടിച്ചിരിക്കടെ. ശ്മശാനത്തിൽ പോയിട്ട് സുബ്ഹാനല്ലാഹ് ചിരിച്ചോണ്ടിരിക്കടെ. ഇത് ചെല്ലുമ്പോൾ ഇപ്പം അടുത്ത് കബറിലെ മുട്ട പോയപ്പോൾ കബറ് ഒരാൾ മരിച്ചവിടെ കബർക്ക് ഇങ്ങനെ പോകുമ്പോൾ കബറിലെ മുട്ട അതൊരു സില്ലി വിഷയമായി മാറും. ശ്മശാനത്തിൽ ചിരിക്കടെ വിട്ടിട്ട് കബറ് ഒഴുകാമേ ഓണ് ഫോണിൽ കൊണ്ടുവരും. സുബ്ഹാനല്ലാഹ് അതൊരു വിഷയമേ അല്ല. കബർ എടുക്കടേന്ന് ചൊന്നെങ്കിൽ കബറിലെ മുട്ട പോകേണ്ടതെന്ന് ചൊന്നെങ്കിൽ അത് എന്തുമല്ലാത്തൊരു സില്ലി വിഷയമായിട്ട് കാണണമെങ്കിൽ മനുഷ്യന്മാരെ ആ സംഖ്യേൻ്റെ ആറായ ഉണ്ടുണ്ട്. അതുപോലെ ഗമ്മത്ത് തിന്നല് ഇതെല്ലാം മറവി ഉണ്ടാക്കണമെങ്കിൽ വിഷയമായിട്ടാണ് ഇമാമിങ് വിശദീകരിക്കടെ. രോഗ ഉണ്ടാക്കണമെങ്കിൽ കുറെ കാര്യമുണ്ട്. അശുദ്ധിയോടെ ഉറങ്ങടെ, അതുപോലെ വർത്തനെ ഉറങ്ങടെ, മലമൂത്ര ബീത്താണ്ടതിനങ്ങനെ തടഞ്ഞു വെക്കടെ, നഗ്നനായിട്ട് ഉറുബിലിയായിട്ട് കിടക്കടെ, പിന്നെ കുളിക്കടെ. ചിലപ്പോൾ അത് ഭ്രാന്ത് പോലും ഉണ്ടാക്കുക സാധ്യത കൊണ്ടുണ്ടാണ്. പിന്നെ നിസ്കാരത്തിൽ കൈബറല്ല ഇങ്ങനെ പരസ്പരം കൂട്ടിയൊണ്ടിക്കടെ. അതുപോലെ
ഭാര്യക്ക് പെണ്ണുക്ക് ഹൈലിക്കുമ്പോൾ അവളുമായി ബന്ധപ്പെടുറേ. ഈ ബന്ധത്തിൽ പിന്നെ ജനിച്ചെങ്കിടാവു കുഷ്ഠരോഗ വരെ ഉണ്ടാവും പഠിപ്പായിട്ടാറ്. അതുപോലെ അസറിൽ പിന്നെ കിടക്കടേ ബുദ്ധി ഭ്രമണം ഉണ്ടാവും, ചിലപ്പോൾ ഇത് കാരണമാവും. മുട്ട മീനെല്ലാം ഒട്ടിಗೆ തിന്നരേ ഇത് ചിലപ്പോൾ രോഗം ഉണ്ടാക്കും കാരണമാവുണ്ട് ഇമാം ഇങ്ങനെ വിശദീകരിക്കാറ്. അതുപോലെ ഉಗುರೆടുത്തിട്ട് കൈകൾ കിടാട്ടി മുന്നുള്ളൂ ശരീരത്തെ അങ്ങനെ അവನು എന്താക്കടേ പെറങ്കടെ ശരീരത്തെ ഇങ്ങനെ ചൊരിടെ ഇതെല്ലാം പല രോഗം ഉണ്ടാക്കൂ. ഫാണ്ട് രോഗ പോലത്തതെല്ലാം ഉണ്ടാവും, അത് കാരണമുണ്ട്. അതുപോലെ വല്ലാത്ത ചൂട് അല്ലെങ്കിൽ വല്ലാത്ത തണുപ്പുള്ള തന്നെ ഉതുവെടുക്കടെ, ജാവു കണ്ണടി നോക്കടെ, മുഖത്തിൽ ന്യൂനത ഉണ്ടാവും പഠിപ്പായിട്ടാണ്. അതുപോലെ പാല് പിന്നെ മുട്ട ഒട്ടിಗೆ തിന്നരെ, മുട്ട മീൻ ഒട്ടിಗೆ തിന്നരെ, പാല് മുട്ട ഒട്ടിಗೆ തിന്നരെ. അതുപോലെ തിന്നിട്ട് വയറെന്ന് പറഞ്ഞാൽ ഉടനെ എന്താക്കടേ കുളിക്കോ പോണ്ടേ, കുളിച്ചിട്ട് അയാൾ പിന്നെ സാധാരണ എന്താക്കണം തിന്നണം. അതെ തിന്റെ വയർ നിറഞ്ഞ പാടെ കുളിക്കോ പോയും ചില വാത്തരോഗ വരെ ഉണ്ടാവും പഠിപ്പാട്ടി ആൾമാറുള്ളാറ്. പിന്നെ വേപ്പാട്ടിയ മുട്ട യാറിങ്ങനെ തിന്നോണ്ടിരിക്കടേ. പിന്നെ ഒരാള് സ്ഖലനായിട്ട് അവന്റെ ഗുഹ്യസ്ഥാന കൽകാണ്ട് ഭാര്യയുമായി ബന്ധപ്പെടേ. അതുപോലെ പൈക്കാണ്ട് തിന്നരെ വെറുതെ ഇങ്ങനെ തിന്നോണ്ടിരിക്കടേ. ഇതെല്ലാം രോഗം ഉണ്ടാക്കണമെങ്കിൽ പല കാര്യമാണ്. ഇതല്ല ഇതിലാട്ടി പലതും മനുഷ്യരുടെ ജീവിതത്തിലല്ല അവനാക്കരുത്. പലതും ചിലപ്പ ബുദ്ധിമുട്ടും പ്രയാസത്തും മറവികും ദാരിദ്ര്യത്തുമെല്ലാം കാരണമാവണമെങ്കിൽ കുറെ വിഷയങ്ങളുണ്ട്. അതെല്ലാം സൂക്ഷ്മമായിട്ട് ഗമനം കൊടുത്തിട്ടു അങ്ങനത്തെ മഹാന്മാർ ഇമാമിങ്ങ പഠിപ്പാട്ടിയത് ആധാരം ഉള്ളതെല്ലാം എടുത്തിട്ട് അല്ലാത്ത എല്ലാ മൂഢനമ്പിക്കകളെ വലിച്ചെറിഞ്ഞിട്ട് നല്ല ഒരാളായി മാറുകയും അതുപോലെ ഞങ്ങളെ ആരോഗ്യവും ഞങ്ങളെ ആന്തരികവും ബാഹ്യവുമായ സർവ്വ ആരോഗ്യത്തെ കാപ്പാടിയിട്ട് നല്ല ഒരാളായി ജീവിക്കുവാൻ ശ്രമിക്കണായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം സലാഹുദ്ദീൻ റഹിമഹുല്ല അയാൾ ചെന്നെങ്കിത്തെ പല ഇനിയും ചെമ്മ വിഷയമുണ്ട്. അതെല്ലാം ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ടു നല്ല രണ്ട് ആരോഗ്യവും കൽബുർദും ശരീരത്തെ ആരോഗ്യത്തെ കാക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. അയാൾ ചൊല്ലു ഖുദിൽ ഉമൂറല്ലത്തി ബിഹാ അമർതു വമാ നഹൈതു അൻഹാ ഫദഅ ബിന്നദ്മി മുൻതളിമ. ഞാൻ ചൊന്ന കാര്യത്തെല്ലാം നീ ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ യസിഹു ജിസ്മുക തഖ്വാ ലിത്തുഖാ ബിഖുവാ ഫഅൻത തജ്നി ഗിനദ്ദാറൈനി മുൻഹതിമാ. അങ്ങ് ചൊല്ല് പിന്നെ നിന്റെ തടി നല്ല ആരോഗ്യം ഉണ്ടാവും, നിക്ക് നല്ല ശക്തി ഉണ്ടാവും, തക്വ ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യത്തെല്ലാം നീ എന്താക്കുന്നു ശ്രദ്ധിക്കുന്നു. അതേ സമയത്ത് വലായ ഗുർറൻകസൂ ജഹ്ലിൻ യഖൂലു അന ഖത്താലമാ ഗുസ്തു ഫീഹാ ലം അജിദ് അലമാ. ഒരു വിവരക്കേടുള്ള ആൾ ചെല്ലു വെറുതെകള ഇതല്ല എന്തും ആവില്ല, ഞാൻ എത്ര കാലമായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് എന്തും നടക്കില്ല എന്നിട്ട് പിന്നെ അങ്ങ് ചെല്ലുവാറ്. അങ്ങനെ കൊണ്ട് നീ വഞ്ചിതനാകണ്ട. അങ്ങനെ ചൊന്നിട്ടാണ് അവസാനം അവനക്ക് ബുദ്ധിമുട്ടുണ്ടാവിടെ. അതുകൊണ്ട് പിന്നെ ഈ ചൊന്ന കാര്യത്തെല്ലാം നീ ശരിക്കും ശ്രദ്ധിച്ചിട്ട് ഫസ്റ്റ് അവൻ ആക്കിയപാടെ ഫസ്റ്റ് അത് പറഞ്ഞുകൊണ്ടില്ല. അതിങ്ങനെ കണ്ടിന്യൂ ആയതുകൊണ്ട് പോകുമ്പോഴാണ് അവനക്ക് ചിലപ്പോൾ ഇതിലെ ഫലമെല്ലാം അനുഭവിക്കുക. അവിടെ കട്ടാളെ ഫസ്റ്റ് കൈമുറിച്ചെങ്കിൽ പിന്നെ സ്വത്തില്ലാത്ത ആൾമാരോടെ കാണുക സാധ്യതയില്ലാണ്ടാണ്. കുറെ ആൾമാർ കട്ടോണ്ടിക്കാറ് ഫസ്റ്റ് അങ്ങ് കിട്ടിപ്പോലുള്ള അങ്ങനെ കുറെ കട്ട് ലാസ്റ്റ് എന്താ അവിടെ കിട്ടിപ്പോളാറ്. അതുപോലെ ഇത് കുറെ ആക്കി പിന്നെ ലാസ്റ്റ് അവനക്ക് അതിൽ ബുദ്ധിമുട്ടുള്ള പണ്ട് അനുഭവ ശക്തി അതല്ല പല ആൾമാരൊട്ടിക്ക് ഞങ്ങൾ കാണ്ട. അതുകൊണ്ട് ഈ കാര്യത്തെല്ലാം നീ ശ്രദ്ധിക്കൊണ്ടാണ് ആ മഹാൻ ഞങ്ങൾക്ക് പരിപാടികൊണ്ടുള്ള ലാ അതുവ വല തീറത്ത വല ഊൽ ചൊല്ല ഹദീത്ത് കൊണ്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷി ലക്ഷണ അതുപോലെ പിന്നെ ഊൾ ചൊല്ല ശൈത്താൻ അതുപോലെ രോഗം സ്വയം പകർന്നെങ്കത്തെ ഈ എല്ലാ മൂഢനമ്പിക്ക ഒരിക്കലും ഇല്ല. അത് നിഷേധിക്കണോ ഇല്ലാണ്ടാക്കണോ ജീവിതത്തിൽ ആധാരമുള്ളത് മാത്രം എടുത്തിട്ട് ഇരുലോക വിജയത്തിന് മുഅ്മിനായ ഒരാൾ ശ്രമിക്കണോണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾക്ക് പഠിപ്പാട്ടിക്കൊണ്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കടെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ സ്വർഗത്തിൽ കൂടുക അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.